സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി അവയവക്കടത്ത് കേസിലെ ഇരയായ പാലക്കാട് സ്വദേശി ഷമീറിനായി പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നതിനിടെ ബാങ്കോക്കിൽ നിന്ന് മലേഷ്യയിലേക്ക് പോകുന്നുവെന്ന് കാണിച്ച ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് വന്നിരിക്കുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാടൻ ചേർന്നു. നിഖിൽ, ഈ സെബിത്തുമായി ബന്ധപ്പെട്ട അവയവക്കടത്തിലെ നമുക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടണമെങ്കിൽ അവയവക്കടത്തുണ്ടായി എന്നതിന്റെ ഏക ഇര ഷമീർ മാത്രമാണ്. നിലവിൽ എത്രത്തോളം നിർണായകമാണ് ഷമീറിനെ കണ്ടെത്തുക എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും സുഹൈല്, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ലഭിക്കാനുള്ള ഒരു സോഴ്സാണ് ഷമീർ. പക്ഷേ ഷമീർ ആണെങ്കിൽ ഈ പോലീസ് സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ നാട്ടിൽ ഷമീറിനെ കാത്തിരിക്കുന്ന ആളുകളെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ്. അദ്ദേഹത്തെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ ആർക്കും കഴിയുന്നില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ്. അതേ കേസിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള പാലക്കാട് സ്വദേശിയാണ് ഷമീർ, തിരുനെല്ലായി സ്വദേശിയാണ്. ഈ കേസിൽ നിരവധി തവണ പ്രത്യേക അന്വേഷണ സംഘമടക്കം ഈ ഷമീറിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് ബാങ്കോക്കിൽ നിന്ന് മലേഷ്യയിലേക്ക് പോകുന്നതായി വ്യക്തമാക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്പോൾ ഷമീർ ഇന്നിപ്പോൾ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഷമീർ ബാങ്കോക്കിൽ ഉണ്ടെന്ന വിവരം ഷമീറിന്റെ സുഹൃത്തുക്കളും വാർഡ് കൗൺസിലറും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അത് ഫേസ്ബുക്ക് വഴിയാണ് ഇവരോടൊക്കെ തന്നെ ഷമീറെ ബന്ധപ്പെട്ടിരുന്നത്. ഷമീറിന്റെ മുൻകാല പ്രവർത്തനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടലുകളും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. കൃത്യമായി ഇന്നലെ രാത്രി അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റ് എന്നുള്ളത് തന്നെ കുറിച്ച് അന്വേഷിക്കുന്ന ആളുകളെ കുറിച്ചും മാധ്യമങ്ങളെ കുറിച്ചുമൊക്കെ വളരെ പരിഹാസ രൂപേണ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മലേഷ്യയിലേക്ക് പോകുന്നതായി വ്യക്തമാക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്പോൾ ഷമീർ പങ്കുവച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേശാണ് പാലക്കാട് വിശദാംശങ്ങൾ നൽകിയത്. കേസിൽ നിർണായക ഇടപെടലാകേണ്ട ഷമീർ ഇപ്പോൾ വേൾഡ് ടൂറിലാണ്. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.